നമസ്കാരം. ഖുശ്ബു സുന്ദർ എന്നാൽ തമിഴ് സിനിമാ ലോകത്തിന് ഒരു വികാരമാണ്. നടിയുടെ സിനിമകൾ ആരാധകർക്ക് എത്രത്തോളം ഇൻസ്പയറിംഗ് ആണോ അതിലും അധികം ഇൻസ്പയറിംഗ് ആണ് താരത്തിന്റെ ജീവിതം. പല കടമ്പകൾ കടന്നാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഖുശ്ബു എത്തിയത്. വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തി പിന്നീട് മുൻനിര നായകന്മാർക്കൊപ്പം വെള്ളിത്തിരയിൽ തിളങ്ങിയ നടി ഇന്ന് തന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. തമിഴ് സിനിമാ ലോകത്തിന്റെ നായിക നടി എന്ന് അവകാശപ്പെടുന്ന ഖുശ്ബു സത്യത്തിൽ തമിഴ്നാട്ടുകാരിയല്ല. മഹാരാഷ്ട്രയിലാണ് ഖുശ്ബു സുന്ദർ ജനിച്ചതും വളർന്നതുമെല്ലാം. 54ാം ജന്മദിനമാണ് താരത്തിനെന്നുള്ളത്. ഇതിനോടനുബന്ധിച്ച് നടിയെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത ചില കഥകളും പ്രചരിക്കുകയാണ്. കുടുംബത്തിലെ 4ാമത്തെ കുട്ടിയാണ് ഖുശ്ബു. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഖുശ്ബു തുടക്കകാലത്തൊന്നും തന്നെ വെളിപ്പെടുത്തിയില്ല. പിന്നീട് ഒരു അഭിമുഖത്തിൽ അച്ഛൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ആരാധകർക്കും വലിയ ഷോക്കിംഗ് ആയിരുന്നു. നടി എന്നതിലുപരി രാഷ്ട്രീയ പ്രവർത്തകയും കൂടിയായ ഖുശ്ബു ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ പിതാവിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞാണ് ഖുശ്ബു അടുത്തിടെയും വാർത്തകൾ നിറഞ്ഞത്. അതുപോലെ ചില വിവാദങ്ങളും നടിയുടെ പേരിലുണ്ടായിരുന്നു. മുംബൈ സ്വദേശിനിയാണ് ഖുശ്ബു. ആദ്യം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പിന്നീട് തെലുങ്കിൽ അഭിനയിക്കാനെത്തി. അവിടെ നിന്നുമാണ് തമിഴിലേക്ക് ചുവടുറപ്പിക്കുന്നത്. ഖുശ്ബു അഭിനയിച്ച തമിഴ് ചിത്രങ്ങൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായതോടെ താൻ സുന്ദരി മാത്രമല്ല കഴിവുറ്റവളും ആണെന്ന് തെളിയിക്കാൻ നടിക്ക് സാധിച്ചു. ഖുശ്ബുവിനെ സിനിമയിലേക്ക് നായികയാക്കാൻ നിർമ്മാതാക്കൾ തിരക്ക് കൂട്ടിയ കാലമുണ്ടായിരുന്നു. മനസ്സിൽ തോന്നുന്ന എന്തും സംസാരിക്കുന്ന സ്വഭാവക്കാരിയാണ് ഖുശ്ബു. ഇത്തരം തുറന്നു പറച്ചിൽ നടിക്ക് വിമർശനം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചടക്കം നടി ധൈര്യത്തോടെ സംസാരിച്ചു. ഇടയ്ക്ക് തമിഴ്നാട്ടിലെ സ്ത്രീകളെ പറ്റി അപകീർത്തികരമായ സംസാരിച്ചുവെന്ന വിവാദത്തിൽ ഖുശ്ബുവിന് മാപ്പ് പറയേണ്ടി വന്നിരുന്നു. ഇതിനിടെ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചും ഖുശ്ബു തുറന്നു പറഞ്ഞു. നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ അച്ഛൻ എന്നെ പീഡിപ്പിച്ചു. അയാൾ ഞങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് 16 വയസ്സാണ്. ആ ദിവസം എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. 13 സെപ്റ്റംബർ 1986. അന്നാണ് അവസാനമായി ഞാൻ അയാളെ കണ്ടത്. അന്ന് ഞാൻ 3ാമത്തെ തെലുങ്ക് പടത്തിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ. 16 വയസ്സിൽ 25,000 രൂപയ്ക്ക് പ്രൊഡ്യൂസർമാർക്ക് അയാൾ എന്നെ വിൽക്കാൻ ശ്രമിച്ചു. സൗത്തിലെ പ്രൊഡ്യൂസർമാരോട് എന്റെ ഒരു രാത്രിയിലെ റേറ്റ് 25,000 എന്ന് പറഞ്ഞാണ് വിൽക്കാൻ ശ്രമിച്ചത്. പിന്നീട് പ്രൊഡ്യൂസർമാർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അയാൾ ഞങ്ങളെ വിട്ടുപോയത് നന്നായി. ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവർ പറഞ്ഞു. എനിക്ക് അയാളെ കൊല്ലാൻ തോന്നി. ഭാഗ്യത്തിന് ആരും എന്നെ ആ രീതിയിൽ സമീപിച്ചില്ല. അവരെല്ലാം എന്നോട് ദയ കാണിച്ചു. എന്റെ ലൊക്കേഷനുകളിൽ എന്നും ഞാൻ സേഫ് ആയിരുന്നു. അയാൾ ഞങ്ങളെ വിട്ടുപോയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഞാൻ വീട് നോക്കാൻ തുടങ്ങി. അമ്മയും 3 സഹോദരങ്ങളുമുള്ള കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒരിക്കലും ആ മുറിവുകൾ ഉണങ്ങില്ല. അതിന്റെ കുഴിമാടം വരെ പിന്തുടരുമെന്നും നടി പറഞ്ഞു. മുംബൈയിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഖുശ്ബു ജനിക്കുന്നത്. ബാലതാരമായിട്ടാണ് നടി സിനിമയിലേക്ക് എത്തുന്നത്. ഹിന്ദിയിൽ നിന്നും തമിഴിൽ അഭിനയിച്ചു തുടങ്ങിയതോടെയാണ് നടിയുടെ കരിയർ മാറുന്നത്. പിന്നീട് തെന്നിന്ത്യയിൽ തിരക്കുള്ള നായികയായി വളർന്നു. 95 മുതൽ 100 കോടി രൂപ വരെ ആസ്തിയാണ് നടിക്കുള്ളത്. തിരുക്കലുക്കുന്ന്, മുട്ടുകാട് എന്നിവിടങ്ങളിൽ ആഡംബര ബംഗ്ലാവുകളും നിരവധി ആഡംബര കാറുകളുമുണ്ട്. നടി എന്നതിലുപരി ഒരു നിർമ്മാതാവ് കൂടിയാണ് ഖുശ്ബു. അതിൽ നിന്നുള്ള വരുമാനം ചില വ്യവസായങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. 2000-ൽ സംവിധായകനും നടനുമായ സുന്ദറുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ദമ്പതികൾക്ക് 2 പെൺമക്കളാണുള്ളത്.